എൻ്റെ മോളെ ഒരു കാര്യം ഞാൻ പറയാം, പുള്ളിക്കാരൻ തുള്ളിച്ചാടിയൊക്കെ നിന്ന് പോകും. നിന്റെ കാര്യമായ പണിയാണ്, വീട്ടിൻ്റെ പണിയും വാങ്ങിച്ച് നീ ആകും. ഒന്നുമല്ല, ഇവളുടെ ഹസ്ബൻഡിൻ്റെ കൂടെ പടം ഇറക്കിയതല്ല, ഞങ്ങൾ ഒരുമിച്ച് സ്റ്റാർ മാജിക് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ ഒത്തിരി പ്രോഗ്രാം ചെയ്തു. അല്ലെ, അങ്ങനെ സുധി എൻ്റെ സുഹൃത്തായതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ സംസാരിച്ചത്. വിരോധമില്ലല്ലോ, നമ്മുടെ കൊച്ചിൻ്റെ വയറ്റത്തടിക്കുക. ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. രജിത് സാറ്, അയ്യോ രജിത് സാറേ, ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ ഈ ചങ്കൂറ്റത്തോടെ അവളുടെ മുഖത്ത് നോക്കി നിങ്ങൾ പറഞ്ഞത് എന്ന തരത്തിലേക്കുള്ള കമൻറ്റുകൾ മാത്രം. ഇപ്പോൾ ഒരു 300 കമൻറ്റ് ഉണ്ടെങ്കിൽ ഇതിന് താഴെ ആ 300 കമൻറ്റും രജിത് സാറേ എന്ന് വിളിച്ചുകൊണ്ട് അയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും നേരെ ഓപ്പോസിറ്റ് ആണല്ലോ. ഒബ്വിയസ്ലി ഈ പറയുന്ന രേണുസുധിക്ക് എതിരെയുള്ള എറിയായിരിക്കും ബാക്കിയെല്ലാം. നീ ഇതിലെ പഠിച്ചില്ല, അങ്ങനെ പഠിച്ചില്ല, ഇങ്ങനെ പഠിച്ചില്ല എന്നൊരു സംഭവങ്ങളാണ് മൊത്ത കമൻറ്റ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇദ്ദേഹം അതിനകത്ത് പറയുന്ന കാര്യം എന്ന് പറയുന്നത്, സ്റ്റാർ മാജിക്കിൽ എന്നോടൊപ്പം അഭിനയിച്ച് അല്ലെങ്കിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന എൻ്റെ ഒരു സുഹൃത്താണ് കൊല്ലം സുധി. അദ്ദേഹത്തിനോട് എനിക്ക് വലിയ സ്നേഹം അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ അടുപ്പമൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു അടുപ്പത്തിൻ്റെ പേരിലാണ്, ആ ഒരു ഇതിൻ്റെ പേരിലാണ് ഞാൻ നിന്നോട് ഇത്രയധികം സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് ഇങ്ങനൊരു ഉപദേശം നിനക്ക് തരുന്നത്. ദാസേട്ടൻ ഇപ്പം തുള്ളി വീഡിയോ ഒക്കെ ചെയ്യും, പക്ഷെ അയാൾ ആ വഴിക്ക് തുള്ളി അങ്ങ് പോവും. നീ നിൻ്റെ കാര്യം നോക്കിക്കോളാം, നീ ഏറിലാവും. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഉപദേശിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയുടെ അയ്യോ എത്ര നല്ല പുള്ളിയാണ്, എത്ര നല്ല മനുഷ്യനാണ്, ആ സ്ത്രീയെ മറ്റുള്ളവരിങ്ങനെ ഓരോന്ന് പറയുന്ന സമയത്ത്, സൈബർ അറ്റാക്കിന് ഓരോരുത്തരും മനഃപൂർവ്വം ഇട്ട് കൊടുക്കുന്ന സമയത്ത് അത് തെറ്റല്ലേ എന്നുള്ള രീതിക്ക്, അല്ലെങ്കിൽ അവരെ നല്ലത് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുന്നു എന്ന അർത്ഥത്തിൽ നമുക്കത് തോന്നും. ആ പറഞ്ഞ ആ ഒരു രജിത് സാറ് തുള്ളി പോകണം, നമുക്കൊന്ന് കാണാം. ഈ ഒരു പ്രോഗ്രാമിനിടയ്ക്ക് എത്ര നന്നായിട്ട് അദ്ദേഹം കാര്യങ്ങൾ കെയർ ചെയ്തു, അല്ലെങ്കിൽ ഈ പറയുന്ന എത്രമാത്രം നന്നായിട്ട് അതിനെ ഒന്ന് കൊണ്ടുപോയിന്ന് നിങ്ങൾ തന്നെ നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഈ പറയുന്ന മരിച്ചുപോയ കൊല്ലം സുധിയോടും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള രേണുസുധിയോടും എത്രത്തോളം ഈ പറയുന്ന സോഷ്യൽ മീഡിയ അറ്റാക്ക് ചെയ്യുന്നത് തടയാൻ വെമ്പി നിൽക്കുന്ന മനുഷ്യനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ആലോചിക്കുക. കിട്ടിയ അവസരം മുതലാക്കാൻ മാത്രമേ എല്ലാ ഉപദേശികളും ശ്രമിക്കത്തുള്ളൂ. അത് തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളതെന്ന് പറയുന്നത്. ദാസേട്ടന് കിട്ടിയ ഒരു അവസരമായിട്ട് അയാളെന്ന് പറയുന്ന വ്യക്തി കണ്ടതുകൊണ്ട് ആ അവസരം എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചുള്ള കാര്യത്തിൽ നിന്ന് ഫ്രസ്ട്രേഷനിൽ നിന്നുണ്ടായ വേറൊരു കുത്തിത്തിരിപ്പ് മാത്രമാണ് അന്ന് അയാൾ അവിടെ പറഞ്ഞെന്ന് പറയുന്നത്, കൂവി വിളിച്ചെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഛർദ്ദിച്ച് ഒഴിച്ചെന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇത് മാത്രം ഇടുന്ന സമയത്ത് ചില ആൾക്കാർക്ക് ഇങ്ങനെ തോന്നും, ഇവിടെ എന്ത് പൊട്ടത്ര വിളിച്ചു പറയുന്നത്, ഇത് വെറും ഒരു റാംവാക്കല്ലേ, ഇതിനകത്ത് ഇങ്ങനെയൊക്കെ നടക്കാൻ പറ്റും. ഈ പറയുന്ന അതിനകത്തും എല്ലാവരും ഈ രേണുസുധീനെ പറഞ്ഞെന്ന് പറയുന്നത് അത്രയും മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു സംഭവം. ഇതിനകത്ത് നോക്കിയാൽ കുറച്ച് വിവരമുള്ളവർക്ക് മനസ്സിലാവും എത്തരത്തിലാണ് ഇയാൾ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം. ഇനി അതും പോട്ടെ, വേറൊന്നും കൂടെ കാണിച്ചു തരാം. അപ്പൊ കഴിഞ്ഞെങ്കിൽ ഞാൻ കൊണ്ടുപോട്ടെ. അപ്പൊ ഞാൻ കൊണ്ടുപോവാണ്. എന്റെ വണ്ടി കയറും, ഞാൻ കൊണ്ടുപോയി കയറും. അപ്പുറത്തെ ഡോറിന് കയറി. ഈ ഒരു കാര്യം പറഞ്ഞല്ലോ, എല്ലാം കഴിഞ്ഞെങ്കിൽ രേണുസുധിനെ ഞാനങ്ങ് കൊണ്ടുപോവുക. കൃത്യമായിട്ട് അവിടെ നിന്നിരുന്ന ഏതോ ഒരു മോൻ ചോദിച്ചിട്ടുമുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചോദ്യം ചോദിക്കുന്ന ഒരുപാട് മക്കൾമാരുണ്ട്. അവർ നന്നായിട്ട് ചോദിച്ച ചോദ്യം കേട്ടല്ലോ, ഇതിന് വേറെ അർത്ഥത്തിലേക്ക് പോവുമോ? ആ ഒറ്റ ചോദ്യം മതി കൃത്യമായിട്ട്. അതല്ലെങ്കിലും തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്, ഇവരുടെ വീഡിയോ അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് അതിനകത്ത് വൃത്തികേട് സെൻസിലൂടെ മാത്രം പറയാൻ ശ്രമിക്കുന്ന, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ അത്രയും തരം താഴ്ത്തി കമൻ്റ് ഇടുന്ന ഒരുപാട് സ്ത്രീകളെ, പുരുഷന്മാരുടെ പോട്ടെ സ്ത്രീകളെ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ആ സമയത്ത് ഇട്ട് കൊടുക്കാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ആ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു മോൻ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളത് എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയത്തില്ല. ആ ഒരു കാര്യത്തിന് കൃത്യമായിട്ട് രേണുസുധി മറുപടി പറയുന്നു. ഇനി ഇതെന്താവുമെന്ന് അറിയത്തില്ലെന്ന്. നേരത്തെ അയ്യോ രേണുസുധിയോട് അത്രയും സ്നേഹം ഉണ്ടായിരുന്ന, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയാണ്, അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊരു ചീത്തപ്പേര് വരുന്നത്, അല്ലെങ്കിൽ അവർ ഏറി പൊക്കിക്കൊണ്ടിരിക്കുന്നത്, അവരെ ആൾക്കാർ വൃത്തികേട് പറയുന്നത് ഞാൻ ഒരുപാട് വേദനയോടെ കണ്ടതാ. എന്നരത്തിൽ പുണ്യ മനുഷ്യനായിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ല ഉപദേഷ്ടാവായിട്ട് ചമച്ച മനുഷ്യനാണ് ഈ ഇത്രയും മീഡിയയ്ക്ക് മുന്നിലൂടെ വന്നിട്ട്. കാരണം ഈ മീഡിയക്കാരെങ്ങനെയാണുള്ള ആൾക്കാരാണെന്ന് നന്നായിട്ട് അറിയുന്നതാണ്. അപ്പം അവരുടെ മുന്നിലൂടെ ദ്വയാർത്ഥ സൂചകമായിട്ട് തന്നെയാണ് അത് എടുക്കുമെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം. കാരണം നേരത്തെ ഉപദേശം കൊടുക്കാൻ അതിനൊരു റീല് മാത്രമായിട്ട് കാണാനായിട്ട് രജിത് സാറിന് കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ മറ്റൊരർത്ഥത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഇത് ഇദ്ദേഹത്തിനുണ്ടെങ്കിൽ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യവും ഇങ്ങനെ തന്നെ പോകുന്നുള്ള കാര്യം അയാൾക്ക് അറിയുന്ന കാര്യമാണല്ലോ. അത്രയും സെൻസ് ഇല്ലാത്തൊരു വ്യക്തി എന്നല്ലോ, പണ്ട് മുതലേ നല്ല ഉപദേശിക്കാൻ അറിയുന്ന ഒരു വ്യക്തിയാണ്. അപ്പം മറ്റുള്ളവരെ ഇങ്ങനെ ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് സ്വയം നന്നാവുന്ന കാര്യം മാത്രം മറന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. എനിക്കറിയാം ബിഗ് ബോസിന് ശേഷം ഒരുപാട് ആൾക്കാർ ജയ്ഹോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തിയാണ്. പക്ഷേ എനിക്ക് അത്ര ജയ്ഹോ വിളിക്കാൻ തോന്നിയിട്ടുണ്ട് ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് മുന്നേ അദ്ദേഹത്തിൻ്റെ പണ്ട് കാലത്ത് ഈ പറഞ്ഞ മുടിയൊക്കെ കറുപ്പിക്കുന്നതിന് മുന്നേ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന കുറേയധികം വാദങ്ങളൊക്കെ കണ്ടു തുടങ്ങിയൊരു വ്യക്തിയാണ്.
സ്ത്രീകൾ ജീൻസ് ഇടാൻ പാടില്ല, പെണ്ണുങ്ങൾ ജീൻസ് ഇടാൻ പാടില്ല, കാലിന്മേൽ കാല് വെക്കുന്ന കാര്യം, അതുമായി ബന്ധപ്പെട്ടൊക്കെ കണക്ട് ചെയ്ത് എത്രയോ കാലം മുന്നേ പറഞ്ഞു തുടങ്ങി അന്ന് മുതലേ തന്നെ ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് തുടങ്ങിയ ഒരു വ്യക്തിയാണ്. അന്ന് തൊട്ടേ തന്നെ പുച്ഛം മാത്രമുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ ശരിയാണ്, ബിഗ് ബോസിൽ വന്ന് കുറച്ച് ഇഷ്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അപ്പോഴും കൃത്യമായിട്ടൊരു വാദത്തിൽ നിൽക്കാത്ത, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഈ പറയുന്ന എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു വാദം ഉണ്ടായാൽ പോലും അതിൽ നിന്ന് എന്തെങ്കിലും സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ മാറിക്കൊണ്ടേയിരിക്കും. അത് തന്നെയാണ് രജിത് സാറിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അതുവരെ ഈ പറയുന്ന വെളുത്ത മുടിയുമായി മാത്രം നടന്നിട്ടുള്ള, യാതൊരു തരത്തിലും മുണ്ട് മാത്രം അല്ലെങ്കിൽ വെള്ള അങ്ങനെയൊക്കെ വസ്ത്രധാരിയായിട്ടൊക്കെ നടന്നിട്ടുള്ള ഒരു മനുഷ്യൻ പിന്നീട് ജീൻസിനെ ഭയങ്കരമായിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ ഇന്ന് നടക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാവുന്ന സമയത്ത് ഒരു മനുഷ്യനിലുണ്ടാകുന്ന സാധാരണ ജീവിത രീതി എല്ലാവരിലും ഏതൊരു മനുഷ്യരിലും ബാധകമാവുമെന്ന് തെളിയിച്ച ഒരു ജീവിത ശൈലിയുടെ ഉടമയാണ് ഈ പറയുന്ന രജിത് സാർ എന്ന് പറയുന്നത്. രജിത് സാർ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു സ്ഥാനത്തിരിക്കുന്നതുകൊണ്ട് മാത്രം, അല്ലാതെ അതിൻ്റെ പിന്നിൽ യാതൊരു തരത്തിലുള്ള ഈ പറയുന്ന റെസ്പെക്റ്റും ഇല്ലാന്ന് കൂടി അറിയിക്കുന്നു. കാരണം മനുഷ്യനെന്നൊരു പരിഗണന, അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. പിന്നെ എല്ലാവരും പറയുന്നത് കേട്ട് അതേ വഴി വരുന്നുള്ളൂ. അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമോ അല്ലെങ്കിൽ ഈ പറയുന്ന എന്തൊക്കെയോ തോന്നിയൊരു കാര്യമാണ്. കാരണം അന്ന് ഇത്രയും ഉപദേശിയായിട്ട് സ്വയം വൈറലാവാനൊന്ന് നോക്കിയതാണ്. കാരണം രേണു സുധിയോടൊപ്പം ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നെഗറ്റീവ് ഷെയ്ഡിലൂടെ ആയാലും വൈറലാകാൻ പറ്റുമെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എല്ലാ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഈ സ്ത്രീയെ കുറ്റം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഉപദേശിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്കൊക്കെ ഇങ്ങ് പിടിക്കും. ഈ ഒരു കാര്യത്തിനെ മുതലെടുത്തുകൊണ്ട് ഒരുപാട് ആൾക്കാർ മുന്നോട്ട് വരുന്നുണ്ട്. അത് ചാനലുകളായാലും ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരായാലും ഇനി കൂടെ നിൽക്കുന്നതിൽ കുറച്ച് പേരായാലും കുതുകാൽ വെട്ടുക എന്ന് പറയുന്നില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എനിക്ക് ആ സ്ത്രീയുടെ വീഡിയോസ് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ സംസാരം കേൾക്കുന്ന സമയത്ത് ഒരുപാട് റെസ്പെക്റ്റ് തോന്നുന്നുണ്ട്. കാരണം ഭർത്താവ് മരണപ്പെട്ടു പോയ ഒരു സ്ത്രീ എങ്ങനെ സമൂഹത്തിലായി തീരും എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള, എങ്ങനെ ആൾക്കാർ വളഞ്ഞിട്ട് ഉപദ്രവിക്കും എന്നുള്ളതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ആ സ്ത്രീ എന്ന് പറയുന്നത്. ഈ കുറ്റം പറയുന്ന ആരും ആ സ്ത്രീക്ക് വീട്ടിൽ അന്നം കൊണ്ട് കൊടുക്കില്ല, അവർക്ക് ജീവിച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും പറയുന്ന വീടിൻ്റെ കാര്യമാണ്. ആ വീടിൻ്റെ കാര്യം അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. വീടുണ്ടായ വീട് കുറേശ്ശെ ഇടിച്ച് പൊടിച്ച് ഈ പറയുന്ന ഭക്ഷണമാക്കുകയോ അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള പണമാവുകയോ ചെയ്യില്ല. അവരിറങ്ങി തിരിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ കഴിയുള്ളൂ. അതിന് അവർക്ക് ഇഷ്ടമുള്ളൊരു തൊഴിലിലേക്ക് അവർ പോകുന്നു. എനിക്ക് ഈ ഒരു റാംവാക്ക് കണ്ട സമയത്ത് അവർക്ക് അതിന് നന്നായിട്ട് കേപ്പബിൾ ആണെന്നുള്ള രീതിക്ക് തന്നെ തോന്നിയ ഒരു വ്യക്തിയാണ്. പിന്നെ കുറേ ആൾക്കാർക്ക് ഈ ബോഡി ഷേമിങ് കൂടുതലായതുകൊണ്ടും അവരുടെ മുഖത്തിൻ്റെ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ടും മറ്റ് പല രീതികളിലേക്കും ആക്ഷേപിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ ആരും അത്രയധികം പൂർണ്ണരല്ല എന്ന് മനസ്സിലാക്കാൻ പോലും കഴിവില്ലാത്ത ഒരു കൂട്ടം നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നൊരു കാര്യമാണ്. ആർ.വി. രാമകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഈ പറയുന്ന സത്യഭാമ എന്ന് പറയുന്ന വ്യക്തി നടത്തിയിട്ടുള്ള ബോഡി ഷേമിംഗ് ആയാലും ബാക്കി കാര്യങ്ങളായാലും ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ കാണിച്ചുള്ള മനുഷ്യത്വമൊന്നും ഈ പറഞ്ഞ രേണു സുധിയുടെ കാര്യം വരുന്ന സമയത്ത് അവരുടെ ഫീച്ചേഴ്സ് വെച്ചിട്ട് മുഖത്തിൻ്റെ രീതി അനുസരിച്ച് ഒന്നും പറയാൻ ശ്രമിക്കുന്നത്. ആ ശരിയാണ്, അവരുടെ പല്ലിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അത് ഉന്തി നിൽക്കുന്നതായിട്ടുള്ള മോണയുടേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ, അതിൻ്റെ അപ്പുറത്തേക്ക് എല്ല് പ്രൊജക്റ്റ് ചെയ്യുന്നത് പോലെ അവരുടെ ദേഹത്ത് മാംസം ഇല്ലെന്ന് തന്നെ പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട് മനുഷ്യപ്പറ്റുള്ളവർക്ക്. ഏകദേശം രേണു സുധിയുടെ ഭർത്താവ് ജീവിച്ചിരിക്കുന്ന സമയത്തുള്ള അവരുടെ ഫോട്ടോസ് ചിലതെങ്കിലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നല്ല ഭംഗിയായിട്ട്, അതായത് ഇപ്പം ആൾക്കാർ പറയുന്ന ആ ഭംഗിയുടെ കുറേ കാര്യങ്ങൾ അതിൽ കാണാൻ പറ്റും. കുറച്ചെങ്കിലും മാംസമുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ വന്ന് നോക്കുന്ന സമയത്ത് അത് ഉന്തി നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാവരുടെ മുന്നിലും ചിരിച്ച് കാണിച്ചുകൊണ്ട് ഉള്ളിൽ കലയുന്ന ഒരു സ്ത്രീയെ കാണാൻ ചിലർക്കെങ്കിലും കഴിയും. അങ്ങനെ കാണാൻ കഴിയാത്തത് നമ്മുടെ ആരുമല്ല രേണു സുധി എന്നതുകൊണ്ട് മാത്രമാണ്.